കടന്നു വന്നില്ല ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മറ്റുമില്ലാത്ത വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ അല്പസമയം ദൈവം ഇങ്ങനെ ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. അതിൽ പ്രധാനമായും അതിൻ്റെ ഇൻട്രഡക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ അല്പമായിട്ട് ചിന്തിപ്പാനിടയായി. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തല പ്രവൃത്തികൾ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ പല സത്യങ്ങളും നമ്മൾ ഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ്. ലൂക്കോസാണ് ഈ പുസ്തകം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും ഒരു പുസ്തകത്തിൻ്റെ 2 വോളിയമാണ്. ആ നിലയിലൊക്കെ നമുക്കതിനെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാനിടയായി. അതിൽ 1-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. നമ്മളതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ വരെ നമ്മൾ ധ്യാനിച്ചു വന്നത്. 9, 10, 11 വാക്യങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 9-ാം വാക്യം. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം, അതാണ് നമ്മളിന്ന് വായിച്ച വാക്യത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു സബ്ജക്റ്റ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം ഈ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതിനെക്കുറിച്ച് നമ്മളതിൻ്റെ ആരംഭവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് വാങ്ങി സ്വർഗാരോഹണം ചെയ്യുകയാണ്. റിസറക്ഷൻ ആൻഡ് അസെൻഷൻ, അങ്ങനെയാണ് നമ്മളതിനെ പഠിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം, ഇതിന് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 40 ദിവസമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്യമാണ് 9, 10, 11 വാക്യം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, എന്താണ് അതിൻ്റെ പ്രത്യേകത? യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് കരുതുന്നു. ഒരു പ്രത്യേകത ഈ ഭാഗത്തിനുള്ളത്, ലൂക്കോസ് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലൊന്നും നമ്മളത് കാണുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമുക്ക് നോക്കാം, അതിൻ്റെ 24-ാം അധ്യായത്തിലും ഇതേ വിശദീകരണം തന്നെ കൊടുത്തിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇതേ കാര്യം തന്നെ ലൂക്കോസ് എഴുതിയിരിക്കുന്ന 50 മുതലുള്ള വാക്യം വായിച്ചിട്ടുണ്ട്. അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ അവിടെയും സ്വർഗാരോഹണം ചെയ്തു എന്ന് ലൂക്കോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്നിടത്ത് സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നിടത്ത് അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് അന്നത്തെ എഴുത്തിൻ്റെ രീതിയാണ്. എവിടെയാണോ ലൂക്കോസ് എഴുതി അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഈ ഒടുവിലത്തെ അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യത്തെ അധ്യായത്തിലും യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചപ്പോൾ അവിടെ മലയാളം ബൈബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതൊരു ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്. കണ്ടോ? എന്തിനാ ഈ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്? അതുപോലെ തന്നെ അവർ അവനെ നമസ്കരിച്ചു എന്നുള്ളിടത്ത് ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വെറുതെ കൊടുത്തതാണോ അതോ എന്തിനാ ബ്രാക്കറ്റ് അങ്ങനെ കൊടുക്കുന്നത്? പലയിടങ്ങളിലുണ്ട്, പല വാക്യങ്ങളും നമ്മളിങ്ങനെ ബ്രാക്കറ്റ് കാണും. ഇംഗ്ലീഷിലും അങ്ങനെ കാണും. ഇംഗ്ലീഷിൽ സാധാരണ ഫുട് നോട്ടായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റായിട്ട് കൊടുക്കും.
ഉദാഹരണമായിട്ട് പല വേദഭാഗങ്ങളുണ്ട്. ഞാനതിലേക്ക് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം നോക്കിയേ. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒടുവിലത്തെ ഭാഗം നോക്കിയേ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആ ഒടുവിലൊരു ബ്രാക്കറ്റ് ഉണ്ട് ഇല്ലേ? 9 മുതലുള്ള വാക്യം 20 വരെയുള്ള വാക്യം കണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 9 മുതൽ 20 വരെയുള്ള വാക്യം ഒരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നത് നമുക്കറിയാം, വേദപുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്ന ഏർലി മാനുസ്ക്രിപ്റ്റ്, പുരാതനമായ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നാണ് നമുക്ക് അത് വിവർത്തനം ചെയ്ത് കിട്ടിയത്. മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പല ഭാഷകളിലോട്ട് അത് വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പം ഏർലി മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പുരാതന കയ്യെഴുത്തുകളിൽ ചില കയ്യെഴുത്തുകൾ, അത് പല സോഴ്സുകളാണ്, പല കയ്യെഴുത്തുകളിൽ നിന്നാണ് നമുക്ക് ഓരോ ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കയ്യെഴുത്തുകളിൽ ചില കയ്യെഴുത്തുകളിൽ ഈ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഒഴിവാക്കപ്പെട്ടതിനെയാണ് അവർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ മർക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് പലരും പറയാറുള്ള ആ ഒടുവിലത്തെ ഭാഗങ്ങൾ ആ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ അവർ പറയാറുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് 2 കാര്യങ്ങളാണ്. അവൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നിടത്തും പിന്നെ അവനെ നമസ്കരിച്ചു എന്നുള്ളിടത്തും ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. നിങ്ങളുടെ അറിവിന് വേണ്ടി അത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുസ്ക്രിപ്റ്റ് ഇല്ലായിരുന്നതുകൊണ്ട് ചിലപ്പോൾ വേറൊരു മാനുസ്ക്രിപ്റ്റിൽ അതുണ്ട്, അതുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനോട് സംശയമൊന്നുമില്ല. എന്നാൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയവർ ആ കാര്യങ്ങൾ അങ്ങനെ സത്യസന്ധമായിട്ട് ചെയ്തതുകൊണ്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് മാനുസ്ക്രിപ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ചില വാക്കുകൾ ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റൊന്ന് നമ്മൾ കാണുന്നതാണ് ഇൻവേർട്ടഡ് കോമയിൽ, ഇല്ലേ? ഇൻവേർട്ടഡ് കോമയിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് പുതിയ നിയമത്തിൽ ഇൻവേർട്ടഡ് കോമയിൽ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്? എന്താണ് ഇൻവേർട്ടഡ് കോമയിൽ എഴുതിയിരിക്കുന്നതെല്ലാം പഴയ നിയമ ഉദ്ധരണികളാണ്. എവിടെല്ലാം ഇൻവേർട്ടഡ് കോമയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചിലപ്പോൾ ഒരു വാചകമായിരിക്കും, അല്ലെ ഒരു വാക്യമായിരിക്കും. അതെല്ലാം ഇൻവേർട്ടഡ് കോമയിലായിരിക്കും കൊടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ. അത് പുതിയ നിയമത്തിൻ്റെ ആ എഴുത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇത് രണ്ടും നമ്മുടെ ദൈവനം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക. ഇൻവേർട്ടഡ് കോമയിൽ ഏതെല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളാണ്. ബ്രാക്കറ്റിൽ കൊടുത്തത് ഏർലി മാനുസ്ക്രിപ്റ്റിൽ പുരാതനമായ കൈയെഴുത്തുകൾ എവിടെയെങ്കിലും ഇത് ചില ഇടങ്ങളിൽ കണ്ടു കാണും, ചിലയിടങ്ങളിൽ അത് കാണാതിരുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളിതിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ലൂക്കോസ് ആണ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ലൂക്കോസ് വാസ്തവത്തിൽ അത് കണ്ട ആളല്ല. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ലൂക്കോസ് ഇല്ല. ലൂക്കോസ് അത് നേരിൽ കണ്ട ആളല്ല. എന്നാൽ വളരെ മനോഹരമായിട്ട് ലൂക്കോസ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന് കിട്ടിയ സോഴ്സിൽ നിന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഈ 2 വിശദീകരണവും നമ്മൾ വായിച്ചു. ചുരുങ്ങിയ വാക്യങ്ങളേ ഉള്ളൂ 9, 10, 11 വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിലും വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അവസാനിപ്പിക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യവും നമ്മൾ കണ്ടു. ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ അതിൻ്റെ വിശദീകരണത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇനി വ്യത്യാസങ്ങൾ മാത്രമല്ല, ഒരുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു ടെക്നിക്കൽ ടേമാണ് സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സമവീക്ഷണ സുവിശേഷം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം ആ 3 ഏകദേശം ഒരേ വീക്ഷണത്തിൽ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോടുകൂടെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഓരോ സുവിശേഷത്തിനും അതിൻ്റെതായ തീമുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ
ഈ സമവീക്ഷണ സുവിശേഷത്തിൽ പോലും ഒരേ കാര്യങ്ങൾ തന്നെ പല ആംഗിളിൽ വ്യത്യസ്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തെ വിമർശിക്കുന്നവർ പറയുന്നത് ഒരു കാര്യത്തെ എങ്ങനെയാണ് 3 പേരെ 3 രീതിയിൽ എഴുതിയത്, അതുകൊണ്ട് വേദപുസ്തകം വിശ്വസനീയമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് വാസ്തവത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഈ സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് തന്നെയാണ് പറയുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ പറയുന്നത് സിനോപ്റ്റിക് പ്രോബ്ലം. അത് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്: ഒരു ഇൻസിഡന്റ് തന്നെ വ്യത്യസ്തപ്പെട്ട് കാണുന്നു. ഒന്നുകിൽ അതിൻ്റെ വിശദീകരണത്തിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ വ്യക്തികളിൽ 3 പേരുള്ളിടത്ത് ഒരാൾ പറയുന്നു 2 പേരേ ഉള്ളെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരാളെ ഉള്ളെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈ വായിക്കുന്നതിനകത്ത് അതിനൊരു ഉദാഹരണമുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസ്താവിക്കുവാനായിട്ട് വന്ന് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരാളെ അവിടെ പറയുന്നുള്ളൂ, ഒരു ദൂതൻ. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് 2 വെള്ളവസ്ത്രം ധരിച്ച് 2 പേര് വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ അതിനെ മുഴുവനായിട്ട് സ്റ്റഡി ചെയ്ത് ശരിക്കും നമുക്ക് ബോധ്യമാകുന്ന നിലയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സ്റ്റഡിക്കാണ് ഞാൻ പറഞ്ഞത് സിനോപ്റ്റിക് പ്രോബ്ലം എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അങ്ങനെ ഒരു ശാഖ അതിനുണ്ട്. വാസ്തവത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന വാസ്തവത്തിൽ ആ വ്യത്യസ്തത തന്നെയാണ് അതിൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നതെന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ. അതാണ് ഇപ്പം ഒരുപോലെ എഴുതി വെച്ചാൽ ആളുകൾ പറയും അത് കോപ്പി ചെയ്തതാന്ന് പറയില്ലേ. ഇപ്പം നമ്മളൊരു കാര്യം എല്ലാം ഒരുപോലെ അങ്ങ് എഴുതി വെച്ചിരുന്ന പറഞ്ഞ് ഇതിപ്പോൾ മത്തായി എഴുതി തന്നെ മർക്കോസ് എഴുതി വെച്ചേക്കുന്നു, ലൂക്കോസ് എഴുതി വെച്ചേക്കുന്നു, അതുകൊണ്ട് ഇത്. അപ്പം വിമർശിക്കുന്നവർക്ക് എന്ത് വേണേലും പറയാം അത് കോപ്പി ചെയ്താന്ന് പറയാം. എന്നാൽ നമ്മളത് ആഴമായി പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവവചനം എത്ര ആഴമായിട്ടാണ്, എത്ര സത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഗ്രഹിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി നമ്മൾ ഈ സ്വർഗാരോഹണം എന്നുള്ള വിഷയം നമ്മുടെ വിശ്വാസ സംഹിതയിൽ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൽ സ്വർഗാരോഹണത്തിന് എന്താണ് പ്രത്യേകത, അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ചില ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണത്തെയും വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല, ഒരു കാര്യം തന്നെയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ മറ്റൊരു വശമെന്നേ ഉള്ളൂ സ്വർഗാരോഹണം എന്ന് പറയുന്നവരുണ്ട്. അതിന് ലൂക്കോസിൻ്റെ സുവിശേഷത്തെ പറയാൻ കാരണം ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 40 ദിവസം എന്നുള്ള ആ സമയ ഗ്യാപ്പ് കാണുന്നില്ല. നമ്മളിപ്പോൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, അവിടെ ഒരു 40 ഡേയ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ല. നിങ്ങൾ ആ അധ്യായം ആദ്യം തൊട്ട് വായിച്ചു വന്നാൽ ആ സെയിം ഡേ, ആ ഈസ്റ്റർ ഡേയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനസ്സിലാകുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് വിവിധ സമയങ്ങളിൽ ആദ്യ പ്രത്യക്ഷമാവും, പിന്നെ അപ്രത്യക്ഷമാവും, പിന്നെയും വന്ന് പ്രത്യക്ഷമാവും, ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിലായിട്ട് പ്രത്യക്ഷനായി 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവം എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം കർത്താവ് എപ്പോഴും അവരുടെ കൂടെ ഇരുന്നെന്നല്ല. ആ 40 നാളും ഇങ്ങനെ പല സമയങ്ങളിലായി കർത്താവ് അവരുടെ അടുത്ത് പ്രത്യക്ഷമാവുമായിരുന്നു. അപ്പോൾ ആ 40 ദിവസത്തെ ആ സമയ ഗ്യാപ്പ് അപ്പോസ്തല പ്രവൃത്തിയിലേ നമ്മൾ വായിക്കുന്നു, ലൂക്കോസിൽ അതില്ല. അപ്പോൾ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ രണ്ടായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. ഒരു സംഭവത്തെ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം അതിൻ്റെ മറ്റൊരു വശം മാത്രമാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതാണ് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യമാണ് ഈ സ്വർഗാരോഹണം. നമുക്കതിൽ ഏറ്റവും സന്തോഷം വരുന്നൊരു കാര്യം, ആ സ്വർഗാരോഹണ സമയത്താണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്വർഗാരോഹണ സമയത്താണ് വെള്ളവസ്ത്രം ധരിച്ച, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നിട്ട് പറയുന്നൊരു വാക്ക്, അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യാശ നിറഞ്ഞൊരു വാക്കാണ്. എന്താ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അപ്പോൾ ഇത്ര സ്പഷ്ടമായിട്ട് കർത്താവ് വീണ്ടും വരുമെന്ന് 2 പുരുഷന്മാർ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം, അത് ദൂതന്മാരെന്ന് വിചാരിച്ചു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞ് ഇത്ര സ്പഷ്ടമായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയം തന്നെ ആ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച്, വീണ്ടും വരുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള ഈ വിവരണം.
അത് നമ്മെ സംബന്ധിച്ച് വലിയ പ്രത്യാശ നൽകുന്നൊരു കാര്യം. ഇനി ആ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ വേദപുസ്തകം വിമർശിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ പോലും നമ്മളൊരു സത്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ വിശ്വസിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു ഒരു സംഭവം ചിലരതിനെ പറയുന്നത് യഹൂദന്മാരുടെ അന്നത്തെ വിശ്വാസം അനുസരിച്ചായിരുന്നു അവരങ്ങനെ കരുതിയിരുന്നെന്ന്. അതായത് യഹൂദന്മാരുടെ കോസ്മോളജി, അതായത് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അവരുടെ ധാരണയെന്ന് പറയുന്ന അടിയിൽ പാതാളം, അതിന് മുകളിൽ എന്താണ്? ഭൂമി, അതിന് മോൾ വശം സ്വർഗം. ഇങ്ങനെയൊരു പ്രപഞ്ച കാഴ്ചപ്പാടായിരുന്നു യഹൂദന്മാർ. പ്രീ സയൻറ്റിഫിക് ഏരിയ ആണ്, അല്ലെങ്കിൽ ടൈമാണ് അത്. നമ്മുടെ സയൻസൊക്കെ ഡെവലപ്പായി വരുന്നതിന് മുമ്പുള്ളൊരു സമയമാണ്. അപ്പോൾ അവർക്ക് അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ പാതാളത്തിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റ് വന്നു, ഭൂമിയിൽ ജീവിച്ചു, ഭൂമിയിൽ നിന്ന് അദൃശ്യ ലോകത്തിലേക്ക് കർത്താവ് പോയി. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് വാദിക്കുന്നവർ പറയുന്നത്. അങ്ങനെയാണ് അതിനെ അവർ കാണുന്നത്. മറ്റൊന്ന്, ഇതിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത്, അവർ ധാരാളം കാര്യങ്ങളുണ്ട്. വിമർശകരായിട്ട് ഒരാൾ പറയുന്നത് യേശുക്രിസ്തുവാണ് ആദ്യത്തെ സ്പേസിൽ യാത്ര ചെയ്ത ആൾ എന്നൊക്കെ പറഞ്ഞ് ധാരാളം വിമർശനങ്ങൾ അങ്ങനെ വരാറുണ്ട്. ഈവൻ ക്രൈസ്തവ കോളത്തിനിടയിൽ തന്നെ ഈ സ്വർഗാരോഹണം എന്നുള്ള വിഷയം, യേശു ഇങ്ങനെ ശിഷ്യന്മാരോടെല്ലാം ടാറ്റ പറഞ്ഞിങ്ങനെ സ്വർഗത്തിലോട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അവരതിനെ ആ രീതിയിൽ വളരെ, ഞാൻ പറഞ്ഞില്ലേ, വളരെ വിമർശനാത്മകമായി ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, വിശ്വസിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർ പറയുന്നത്, അവർ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അവർ പറയുന്നു യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. അത് കർത്താവ് തന്നെ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യോഹന്നാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി, അതവർ വിശ്വസിക്കുന്നുണ്ട്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. എന്നാൽ ഇതൊരു ലിറ്ററൽ സംഭവമായിരുന്നോ? അതാണ് നമ്മുടെ വിഷയം. ഒരു പർട്ടിക്കുലർ സ്പേസ്, ഒരു സ്ഥലത്ത്, അവിടെ സ്ഥലം പറയുന്നുണ്ട്, അതും വ്യത്യാസമുണ്ട്. നമ്മൾ വരുന്നുണ്ട് ആ ഭാഗത്തേക്ക്. ലൂക്കോസിൽ ബഥാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചത് യെരുശലേമിൽ നിന്ന് ഒരു ശബത്ത് ദൂരം അവിടെ എഴുതിയിട്ടുണ്ട്. 12-ാം വാക്യത്തിൽ അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ടു. അപ്പോൾ ഏകദേശം ഒലിവുമലയുടെ ഏതാണ്ട് ഭാഗത്ത് വെച്ച് ഇത് സംഭവിക്കുന്നത് എന്നാണ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. പക്ഷെ നമ്മൾ ലൂക്കോസിൽ നിങ്ങൾ വായിച്ചു, അവരവരെ ബഥാനിയോളം കൂട്ടി. ഇത് തമ്മിൽ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയാം, ആ വിശദീകരണത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിലാണ് ഇത് സംഭവിച്ചത്, പർട്ടിക്കുലർ ടൈമിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇനി അതിലും നമുക്കതിനകത്ത് ഏറ്റവും വിശ്വസനീയമായൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വായിച്ച 9, 10, 11 വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, ലൂക്കോസ് മനഃപൂർവ്വം 5 പ്രാവശ്യം, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ 5 പ്രാവശ്യം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചുമ്മാ എഴുതിയതല്ല. ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനെ അറിയത് ചോദ്യം ചെയ്യുന്നൊരു പിന്നീട് ഉണ്ടാവും. അതുകൊണ്ട് കാണുന്നതിന് ഐ വിറ്റ്നസ്, ഇത് കണ്ടവരാണെന്നുള്ള, അല്ലെങ്കിൽ കണ്ടു, അല്ലെങ്കിൽ അവർ നോക്കി നിന്നു എന്ന് 5 പ്രാവശ്യം. ഞാനൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങളൊന്ന് തന്നെയാൽ മതി. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ, ഒന്നാമത് അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് കണ്ടു എന്നുള്ളതിനാ. അടുത്ത 10-ാം വാക്യത്തിൽ അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റ് നോക്കുമ്പോൾ, അവരെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ, പിന്നെ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നോക്കുന്നു. അവിടെ വീണ്ടും വരുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ 5 പ്രാവശ്യം കണ്ടു നോക്കി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ലൂക്കോസ് എഴുതിയതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അത് ഉൾപ്പെടുത്തിയത്. കാരണം എന്താ? ഇത് ഐ വിറ്റ്നസ് ആണ്, നേരിൽ കണ്ടൊരു കാര്യമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ഒരു യാഥാർത്ഥ്യമാണ്. ചില കാര്യങ്ങളോട് അതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നിങ്ങൾ നോക്കിയേ. 24-ന്റെ 50-ാം വാക്യം നമ്മൾ വായിച്ചത് താഴോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു 40 ദിവസം എന്നുള്ള ഒരു സമയക്കണക്ക് നമുക്ക് ലൂക്കോസിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാൽ പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കിയേ. സുവിശേഷത്തിൽ യേശു, ഒരാൾ ലൂക്കോസിലെ ഭാഗം ഒന്നുകൂടെ വായിക്കാമോ? 24:50. കൈ ഉയർത്തി. അപ്പം സുവിശേഷത്തിലേ അതേ ഉള്ളൂ കേട്ടോ. യേശു കൈ ഉയർത്തി അവരെ, അപ്പോസ്തല പ്രവൃത്തിയിൽ അതുണ്ടോ നോക്കി. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തെന്നേ ഉള്ളൂ. യേശു കൈ ഉയർത്തിയെന്നൊന്നും അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിട്ടില്ല. എന്നാൽ സുവിശേഷത്തിൽ
യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അതേ എഴുത്തുകാരൻ തന്നെയാണ് എഴുതിയെങ്കിലും ലൂക്കോസ് അത് എഴുതിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ അതില്ല. ഇനിയും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തിയിലെ വേദഭാഗം ഒന്ന് വായിച്ചേ, 10-ാം വാക്യം വായിച്ചേ. 9-ന്റെ 2-ാമത്തെ ഭാഗം. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അടുത്തത് ആ ആ ആ ആ നമുക്കറിയാം, അവർ ചോദിച്ചു. ഇനി നമ്മൾ ലൂക്കോസിന്റെ വിഷയം നോക്കി, അവിടെ മേഘമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ പറയുന്ന മേഘം അപ്പോസ്തല പ്രവൃത്തി പറയുന്ന മേഘത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. പിന്നെ ഈ വെള്ളവസ്ത്രം ധരിച്ചവരുടെ കാര്യം പറയുന്നുണ്ടോ? ലൂക്കോസിന്റെ വിശേഷത്തിലുണ്ടോ? നോക്കിയേ. ഇല്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേരെ കുറിച്ച് പറയുന്നില്ല. പിന്നെ അവർ പറഞ്ഞ മെസ്സേജും പറയുന്നില്ല. ഇത് പറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാരെന്നേ പറയുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവരെ ദൂതന്മാരെ നമുക്ക് പറയാം. കാരണം അത് വേദപുസ്തകത്തിന്റെ മുന്നുള്ള കർത്താവിന്റെ ഉയർപ്പിനെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വെള്ളവസ്ത്രം. ഈ വെള്ളവസ്ത്രം എന്ന് ബൈബിളിലെ ഭാഷയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്ന് വിശുദ്ധിയെ കാണിക്കുന്നു, രണ്ട് അമാനുഷികത്വം രേഖപ്പെടുത്തുന്നിടത്തൊക്കെ വെള്ളവസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ്. അപ്പോൾ അത് ദൂതന്മാരാകാം. എന്നാൽ അവിടെ രണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മറ്റൊരു വ്യാഖ്യാനം, നമ്മളിതൊരു പഠന ക്ലാസ്സോട് ആയതുകൊണ്ടാണ്, മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അവര് ഈ പുരുഷന്മാരെ അവിടെ കൂടിയിരുന്നവരെ സംബോധന ചെയ്തൊരു വാക്കുണ്ട്. അതെന്താണ്? ഗലീല പുരുഷന്മാരെ. അപ്പൊ അതിനെക്കുറിച്ച് തീർത്തും ദൈവവചനത്തെ അക്ഷരികമായി വേറൊരു നിലയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത് ഈ ഗലീല പുരുഷന്മാരെ അഡ്രസ് ചെയ്യാൻ കാരണം അവർ യഹൂദയിലുള്ള കർത്താവിന്റെ തന്നെ ശിഷ്യന്മാരായിരിക്കും. അതുകൊണ്ട് അവരോട് പറയാം, നിങ്ങൾ ഗലീലയിൽ നിന്ന് വന്നവരാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പം യഹൂദിയിൽ തന്നെ ഉണ്ടായിരുന്ന, ഇത് യെരൂശലേമിൽ സംഭവിക്കുന്ന കാര്യമല്ലേ, യഹൂദയിൽ തന്നെ ഉണ്ടായിരുന്ന കർത്താവിന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരായിരിക്കും ഇത് പറഞ്ഞതെന്ന് വാദിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒന്ന് ആ ഗലീല പുരുഷന്മാരെ അതുകൊണ്ട് ആ സംബോധന ചെയ്തതെന്നാണ് പറയുന്നത്. അവിടെ കൂടി വന്നൊരു ഗലീലക്കാരായിരുന്നു. അപ്പോൾ യഹൂദയിലുള്ള ശിഷ്യന്മാർ അവരെ സംബോധന ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമായിട്ട്. എന്നിട്ട് അവർ പറയുന്നത്, നമ്മളിപ്പം അത് ദൂതനാണോ രണ്ട് മനുഷ്യരായിരുന്നോ എന്നതിനൊന്നും നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാദിക്കുന്നവർ പറയുന്നത് ആ ദൂതനാണ് പ്രാധാന്യം, ദൂതനല്ല പ്രാധാന്യം, ആ ദൂത് എന്താണെന്ന് നോക്കിയാൽ മതി എന്നവർ പറയുന്നുണ്ട്. പോട്ടെ, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു അത് പറഞ്ഞാട്ടെ രണ്ട് ദൂതന്മാരാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും പഠനങ്ങളും അതിനോട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അവിടെ മേഘത്തെക്കുറിച്ച് സൂചനയില്ല, പിന്നെ ആ മെസ്സേജ് ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രധാന വിഷയമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഒലിവ് മലയിൽ നിന്നാണ്. 12-ാം വാക്യം. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ, 1.1 മൈൽ എന്ന് അതിനെക്കുറിച്ച് മീറ്റർ എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്, 1100 മീറ്റർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ദൂരം, 1 കിലോമീറ്റർ ഇച്ചിടോട്ട്, അത്രയും ദൂരമാണ് ഒരു ശബത്ത് ദിവസത്തെ വഴി. യെരൂശലേമിൽ നിന്ന് ഒരു ശബത്ത് ദിവസത്തെ വഴി ആ ഒലിവ് മലയുടെ ഒരു സ്ലോപ്പിൽ ചെല്ലാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്ന് കൂട്ടിക്കും, അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒലിവ് മലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ 24:50 നോക്കിയേ, അവനവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി. ബഥാന്യോളം എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അതിന് ദ വിസിഡിറ്റി ഓഫ് ബഥാനിയ എന്ന്. അതായത് നമുക്കറിയാം ബഥാനിയയുടെ ആ പരിസര പ്രദേശത്തേക്ക്, അതിനെക്കുറിച്ച് അതിൻ്റെ മൂലഭാഷയിലുള്ള ഒരു വ്യാഖ്യാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ആ ദിശയിലേക്ക് പോയെന്നാണ്, ബഥാനിയയിലേക്ക് പോകുന്ന ആ വഴിയെ. അപ്പം ബഥാനിയ ഈ പോകുന്ന യെരൂശലേമിന് കിഴക്ക് തന്നെയാണ്, അതും ഒലിവുമലയിലോട്ട് പോകുന്ന ആ വഴിയിൽ തന്നെയാണ് ബഥാനിയ. അതുകൊണ്ട് അത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ല. അത് പറയാനാണ് ഞാൻ ആ കാര്യം ഓർപ്പിച്ചത്. നമ്മളിത് വായിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, ഇതിങ്ങനെ ഇവിടെ ഒലിവുമല പറഞ്ഞിരിക്കുന്ന അവിടെ ബഥാനിയ. ഈ ബഥാനിയയും ഒലിവുമലയ്ക്ക് പോകുന്ന അതേ ദിശയിൽ തന്നെയാണ് ഈ ബഥാനിയയും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എന്നാൽ ബഥാനിയ എന്ന് പറയുന്നത് ഒലിവുമലയിൽ നിന്ന് പിന്നെയും ഒരു 2 കിലോമീറ്റർ പോകണം. മനസ്സിലാക്കണേ, ഈ ഒലിവുമലയിൽ നിന്ന് പിന്നെ ഒരു 2-3 കിലോമീറ്റർ ദൂരമുണ്ട് ബഥാനിക്ക്. അപ്പം സ്ഥലം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും
അവിടെ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്, ആ ബഥാനിക്ക് പോകുന്ന, ലൂക്കോസിൽ എഴുതി ഇത്രയുള്ള ബഥാനിക്ക് പോകുന്ന വഴിയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോസ്തലപ്രവൃത്തി വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നത് എവിടാണ്? ആ പോകുന്ന വഴിയിൽ ഒലൂമലയിൽ വെച്ചാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പം 3 വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. 3 വ്യത്യാസങ്ങൾ. ഇത് സുവിശേഷങ്ങളിലെ പല സംഭവങ്ങൾക്കും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന ഈ വേദഭാഗത്തിൽ അപ്പോൾ അതിൻ്റെ സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 40 ദിവസം എന്നുള്ളതിന് ലൂക്കോസിൽ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ആരംഭം, അവസാന അധ്യായം നിങ്ങൾ ആരംഭം തൊട്ട് വായിച്ചാൽ ആ ഉയർപ്പിനോടനുബന്ധിച്ച് തന്നെ നടന്നതാണ് സ്വർഗാരോഹണമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു 40 ദിവസത്തിൻ്റെ ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഡേറ്റിനെ സംബന്ധിച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളിൽ, നമ്മൾ ഈ കണ്ട വിശദീകരണങ്ങളിലെല്ലാം അല്പാൽപ വ്യത്യാസങ്ങൾ കാണുന്നു. പ്ലേസിനെ കുറിച്ചും, യഥാർത്ഥമായ പ്ലേസിനെ കുറിച്ചും ഈ രണ്ടിടത്തും വ്യത്യാസങ്ങളുണ്ട്. വേദപുസ്തകത്തെ ഞാൻ പറഞ്ഞല്ലോ, വിമർശിക്കുന്നവർക്ക് ഇതൊക്കെ ധാരാളം മതി, അവർ പറയാറുണ്ട്. ആ സംഭവത്തെ ചോദ്യം ചെയ്യാൻ അവരത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇനി നമ്മൾ വരുന്നത് വ്യത്യാസം മാത്രമല്ല, ഇനി കോമൺ ആയിട്ട് ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഭാഗത്തെ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താണ് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? രണ്ടിടത്തും നമ്മൾ കാണുന്നു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, യേശുക്രിസ്തു തൻ്റെ അന്ത്യകൽപ്പനയായിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ആ കമ്മീഷനിങ് ഇല്ലേ, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി ഈ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞ ആ 2 കാര്യങ്ങളും അതിനുശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഇത് രണ്ടിടത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അവരെ കമ്മീഷൻ ചെയ്ത്, നമുക്കൊരു ഉയർപ്പിനും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള സമയങ്ങളാണ് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുകയും വീണ്ടും അവരെ അതിനായി സജ്ജരാക്കുകയും, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട്ട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ അതിനായി സജ്ജമാക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു അവർക്ക് അന്ത്യകൽപ്പന കൊടുത്തതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്ന് 2 ഇടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന്, സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 2ഉം യെരൂശലേമിന് പുറത്താണ് സംഭവിക്കുന്നത്. യെരൂശലേമിന് പുറത്താണ്. 2 വേദഭാഗത്തിലും, ഒന്ന് ബഥാനി എന്ന് പറയുന്നെങ്കിലും അതും യെരൂശലേമിന് കിഴക്കുള്ളൊരു സ്ഥലമാണ്. ഒലിവുമല എന്ന് പറയുന്നതും യെരൂശലേമിന് കിഴക്കുള്ള സ്ഥലമാണ്. ഇത് 2ഉം യെരൂശലേമിന് പുറത്താണ്. ആ നിലയിൽ അതിനൊരു ഒരുമയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. 2 ഇടങ്ങളിലും യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗാരോഹണം ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലോട്ട് തന്നെയാണ് പോയത്. മറ്റൊന്ന്, 4-മത്തെ കാര്യം. അപ്പം 3 പ്രധാന കാര്യങ്ങളിലാണ് നമ്മൾ വ്യത്യാസം കണ്ടതെങ്കിൽ 5 കാര്യങ്ങളിൽ നമ്മൾ സാമീപ്യം കാണുന്നുണ്ട്. അതാണ് ഞാൻ ഓർപ്പിച്ചു വരുന്നത്. നോക്കിയേ, 2 ഇടങ്ങളിലും ഈ സംഭവിച്ചതിന് ശേഷം നടന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ശിഷ്യന്മാർ ആ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? മടങ്ങി യെരൂശലേമിലേക്ക് പോരുന്നു. അതിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഒന്നുകൂടെ ചേർത്ത് വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കണ്ടേ? അവര് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്കത് എക്സ്ട്രാ അവർ പറയുന്നുണ്ട്. വായിച്ചേ. അവർ മഹാസന്തോഷത്തോടെ, അത് അപ്പോസ്തല പ്രവൃത്തിയിലില്ല, 12-ാം വാക്യത്തിൽ യെരൂശലേമിന് സമീപമുള്ള ഒരു ദിവസത്തെ വഴിദൂരം, ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒരു മല വിട്ട് യെരൂശലേമിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ലൂക്കോസും അത് തന്നെ എഴുതുന്നുണ്ട്, സുവിശേഷത്തിലും അത് തന്നെ എഴുതുന്നുണ്ട്. യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഒരു കാര്യം കൂടെ ചേർത്തു, അവർ സന്തോഷത്തോടെ. അപ്പോൾ അതാണ് അതിൻ്റെ 2ന്റെ ആഫ്റ്റർ എഫക്റ്റ്. കർത്താവ് പറഞ്ഞത് കേട്ട് അവർ തിരിച്ച് യെരൂശലേമിൽ വന്നു എന്നും 2 ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-മത്തെ പ്രധാന കാര്യം, കർത്താവ് എന്താണോ അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇപ്പം അപ്പോസ്തല പ്രവൃത്തിയുടെ വിശദീകരണം അനുസരിച്ച് നമുക്കറിയാം 40 ദിവസം കർത്താവ് തുടർമാനം അവരുടെ കൂടെ ഇരിക്കുകയല്ലായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ 40 നാളോളം എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലായി കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടും. ചില സമയത്ത് കർത്താവിനെ അവർ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ മാറി മാറി 10-40 ദിവസം ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒരു ഫൈനൽ ഡേ വന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം, ആ സന്ദർഭത്തിലാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, യെരൂശലേമിൽ നിന്ന് പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡേയിലാണ് കർത്താവ് അവരോട് ഇത് പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, എന്നെ നിങ്ങൾ കാത്തിരിക്കരുത്. അല്ലേ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കത്തില്ലേ, കഴിഞ്ഞ 10-40 ദിവസം ആ 40 ഡേയ്സ് എന്നുള്ളതൊന്നും അവർക്കറിയത്തില്ല. കർത്താവ് ഇങ്ങനെ ഓരോ ദിവസവും അവർക്ക് ആവശ്യമുള്ളപ്പോഴും കർത്താവ് വരുന്നുണ്ട്. ഇടയ്ക്ക് കർത്താവ് വന്നവരോട് ഇരിക്കും.
വലിയ സന്തോഷമാണ്. കുറച്ച് കഴിയുമ്പോൾ കർത്താവിനെ കാണത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചിന്തിക്കും, നാളെയും കർത്താവ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഈവൻ്റായിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഇനി നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ഞാൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവർ കാണുക കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്നെയല്ല, പിന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളും, ഞാൻ പോകാഞ്ഞാൽ അത് നിങ്ങളുടെ മേൽ വരികയില്ല, ഇല്ലേ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞ് അവരതുകൊണ്ട് എന്ത് ചെയ്തു, കർത്താവ് ചുമ്മാത് പറഞ്ഞായിരിക്കും നാളെയും കർത്താവ് നമ്മുടെ അടുക്ക് വരുമെന്നാണ് പറഞ്ഞേ. അല്ല, അവർ സന്തോഷത്തോടെ യെരൂശലേമിൽ പോയി കാത്തിരുന്നു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് ആ കാര്യം പറഞ്ഞത്. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമൂഹം നമ്മുടെ ഇടയിൽ തന്നെ. എങ്കിലും ദൈവവചനത്തിനായി നാം ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് ആ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷം ഒരു ഫൈനൽ ഇവൻ്റായിട്ടാണ് യേശു ക്രിസ്തു അവർ കാണുക. അപ്പോൾ ലിറ്ററലായിട്ട് നടന്ന ഒരു സംഭവം, അക്ഷരീകമായി നടന്ന ഒരു സംഭവം, നമുക്കതിലൊരു സംശയമില്ല. 3 കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിലിൽ അല്പ വ്യത്യാസം ഉണ്ടെങ്കിലും അതൊന്നും അതിൻ്റെ ആ കാതലായ സത്യത്തെ നിഷേധിക്കുന്നില്ല. സ്വർഗാരോഹണം ചെയ്തെന്ന് 2 എഴുതിയിട്ടുണ്ട്. ഇനി അവർക്ക് ഭൂമിയെക്കുറിച്ചുള്ള പാതാളത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ അവർക്ക് അത്രയും വലിയ സയൻറ്റിഫിക് അറിവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യേശു അവർ കാണുക സ്വർഗാരോഹണം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലിറ്ററലായി നടന്നൊരു സംഭവം. രണ്ടാമത്, ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത്, ഒരിടത്ത്, ഒരു പർട്ടിക്കുലർ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നടന്നൊരു സംഭവം, ഹിസ്റ്റോറിക്കൽ ഈവൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങൾ. നമുക്കറിയാം, ഇത് സാധാരണ മനുഷ്യ സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. ഇപ്പം തന്നെ ഭൂമിയിൽ നിന്നൊരാൾ തനിയെ പൊങ്ങിപ്പോകണമെങ്കിൽ നമുക്കറിയാം, ഇപ്പം അങ്ങനെയുള്ള നൂതനമായ ടെക്നോളജിയൊക്കെ ഉണ്ട്. വിമാനം പറന്നു പോകുന്ന പോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ തന്നെ ജെറ്റ് എൻജിൻസ് ഘടിപ്പിച്ച് പറക്കുന്ന രീതിയൊക്കെ ഇപ്പം അതിന് ലോകത്തുണ്ട്. അന്ന് അതുപോലും ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഈ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് മുന്നോട്ട് പറന്നു പോകാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അങ്ങനെ ഒരു മുൻ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവവചനത്തിലെ അത്ഭുതങ്ങളെയെല്ലാം നിഷേധിക്കുന്ന മനുഷ്യർ പറയുന്നത്, ഒരിക്കലും മനുഷ്യരുടെ അനുഭവങ്ങൾക്ക് പുറത്തുള്ളൊരു കാര്യം നമുക്ക് വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അനലോഗി എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു സാമ്യമുള്ള കാര്യം ഉണ്ടായിരിക്കണം. സാദൃശ്യമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിരിക്കണം, എങ്കിലേ നമുക്കത് മനസ്സിലാക്കാനൊക്കൂ എന്നാണ് അവർ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് അനലോഗി എന്നതിന് പറയുന്നത്. എന്തെങ്കിലും സാദൃശ്യം. ഇതിന് സാദൃശ്യമായിട്ട് വേറൊന്നുമില്ല. സാക്ഷാൽ ദൈവപുത്രൻ അവരുടെ മുമ്പിൽ വന്നു നിന്നിട്ട് അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ച് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ് അവർ കാണുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അത്ഭുതങ്ങൾക്ക് അങ്ങനെ ഒരു മുൻ അനുഭവം വേണമെന്നില്ല. നമുക്കറിയാം, വേദപുസ്തകത്തിലെ പല അത്ഭുതങ്ങൾ യുണീക്കാണ്. നമുക്കത് ചോദ്യം ചെയ്യാനൊക്കത്തില്ല, അല്ലേ? കർത്താവ് എത്രയോ പേരെ സൗഖ്യമാക്കി. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം നമ്മൾ അതേപടി വിശ്വസിക്കുന്നവരാണ്. കാരണം അവൻ ദൈവപുത്രനായിരുന്നു, സാക്ഷാൽ ദൈവമായിരുന്നു. അത്ഭുതങ്ങൾക്ക് അങ്ങനെ ഒരു മുന്നറിവ് അല്ലെങ്കിൽ മുൻ അനുഭവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഞാൻ പറഞ്ഞു, ലൂക്കോസ് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേദപുസ്തകത്തിൽ മറ്റിടങ്ങളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ലെന്നല്ല. വളരെ ആഴമായി തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലെ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ, പൗലോസിൻ്റെ എഴുത്തുകളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, സ്വർഗാരോഹണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ധാരാളം വാക്യങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം നമ്മളതിൻ്റെ 16-ാം അധ്യായത്തിലെ ഒരു വാക്യം നോക്കിയല്ലോ, അതിൻ്റെ 19-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ. മർക്കോസ് 16:19. അവിടെ ഒറ്റ വാക്കിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതായത് പറഞ്ഞ വിശദീകരണം നമുക്കില്ല, എങ്കിലും മർക്കോസ് ഒന്ന് സൂചിപ്പിച്ചു വിട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നോക്കിയാൽ അതിൻ്റെ 17-ാം വാക്യം നോക്കിയേ. യോഹന്നാൻ 20:17.
എന്നെ തുടരുത്, പിതാവിൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോയിട്ടില്ല. ഞാനതാ പറഞ്ഞ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി എന്നവർ പറയുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലിറ്ററലായിട്ട്, അക്ഷരീകമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന നിലയിൽ ഒരു സമയപരിധിക്കുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നടന്നൊരു സംഭവമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തന്നിരിക്കുന്ന സന്ദേശം. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടത് പ്രാധാന്യം അർഹിക്കുന്നത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് അതുപോലെ തന്നെയാണ്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ സ്വർഗം തീർക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഉയരത്തിൽ നിന്നൊന്നും വരുന്നതല്ല സ്വർഗമൊന്നും, ഇവിടെ തന്നെ മനുഷ്യരെല്ലാം നന്നായി പരസ്പരം സഹകരിക്കുന്നവരായി ഉള്ളവനില്ലാത്തവനും കൂടെ കർത്താവ് പറഞ്ഞൊക്കെ പഠിപ്പിച്ച് നിങ്ങളെല്ലാവരും ഒരുപോലെ ആകാമെങ്കിൽ ഇവിടെ തന്നെ എന്താവും? ഇവിടെയാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന തിയോളജി ഉണ്ട്. നിങ്ങൾ പറയുന്ന പോലെ സ്വർഗത്തിലേക്ക് അതിനും എടുക്കുന്ന വാക്യം ഇതാ. ഇവിടെ രണ്ട് രീതിയിലുള്ളൊരു ആത്മീയത നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, കർത്താവേ നീ എന്നാണ് രാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക്, നമ്മുടെ ഭാഷ പറയാൻ ക്രിസ്ത്യാനികൾക്കും എല്ലാം നല്ല സ്വാതന്ത്ര്യമുള്ള നമുക്ക് ഇഷ്ടംപോലെ സുവിശേഷം അറിയിക്കാനും എല്ലാവരും രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു സന്തോഷകരമായ ഒരു രാജ്യം ഇവിടെ തന്നെ ഉണ്ടായാൽ പിന്നെ വേറെ സ്വർഗം രക്ഷിക്കണോ? അതാ ശിഷ്യന്മാർ ചോദിച്ചത്, കർത്താവേ നീ എന്നാ ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു വരുന്നത്? നീ രാജാവായിട്ട് വരുന്നത് എന്നാ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതെന്ന? ഈ റോമൻ ആധിപത്യത്തെ എല്ലാം മാറ്റിയിട്ട് ദൈവാധിപത്യം, ദൈവരാജ്യം നീ അങ്ങ് സ്ഥാപിച്ചാൽ ഇവിടെ തന്നെ സ്വർഗമായില്ലേ? അത് വെച്ചോണ്ട് അവർ ചോദിച്ചത്, അവരുടെ അറിവുകൊണ്ട് അങ്ങനെ ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. നമ്മൾ ചിന്തിച്ചാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണല്ലോ, ഇവർ കർത്താവ് സ്വർഗത്തിലേക്കോട്ട് പോയപ്പം ഇവരെങ്ങോട്ട് നോക്കിയെന്നാ അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഒന്ന് വായിച്ചു. അവരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി. നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ, നമ്മുടെ സാധാരണ ഭാഷ പറയും, എന്താ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കത്തില്ല. അതുപോലെ തന്നെ എന്താ ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇരുന്നാൽ വല്ല കാര്യം നടക്കുമോ? നിങ്ങൾക്കൊരു ആയുസ് ദൈവം ഈ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്ന സാരം ഇതാണ്, ശക്തിപ്പെട്ട് എന്നെ സാക്ഷികൾ ആകുക എന്ന് പറഞ്ഞാൽ മുകളിലത്തെ കാര്യം മാത്രം നോക്കി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ദൈവം ഒരു ആയുസ് ഈ ഭൂമി തന്നിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യണം? ദൈവശക്തി പ്രാപിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സാക്ഷികളാകുക. അപ്പൊ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീം. ഒരു കൂട്ടര് തീർത്തും സ്വർഗത്തെയും നരകത്തെയും എല്ലാം നിഷേധിച്ച് അതല്ല ഈ ഭൂമിയും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നു. വേറൊരു കൂട്ടർ ആത്മീയതയുടെ എക്സ്ട്രീം. അവർ സ്വർഗത്തിലേക്ക് മാത്രം നോക്കി ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവർ വ്യാപൃതരാകാതെ, എന്നാൽ കർത്താവ് നമുക്ക് തന്നൊരു ആയുസ്സുണ്ടെന്നും ആ ആയുസ്സിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണെന്നും നമുക്ക് ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ടെന്നും ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു ദൈവീയ ഉദ്ദേശം നമ്മളിൽ ഓരോരുത്തരിലൂടെയും നിവർത്തിക്കാനാണെന്നുള്ള ഒരു ബോധ്യം. അതാണ് യഥാർത്ഥ ആത്മീയത, ഇല്ലേ? ശരിക്കും അതല്ലേ? നമ്മളെയൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കർത്താവ് വിളിച്ച് കർത്താവിനോടൊപ്പം ദൈവിക പദ്ധതിയിൽ ഭാഗമായി ദൈവിക സ്വഭാവത്തിന് അനുരൂപമാകുന്ന ഒരു അനുഭവത്തിനാണ് വാസ്തവത്തിൽ യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയിൽ, ആ പ്രക്രിയയിൽ ഞാനും നിങ്ങളും എല്ലാം പങ്കുചേരുന്നവരാ. പോട്ടെ, നമുക്ക് ഞാൻ പറഞ്ഞത് ഈ വേദഭാഗത്ത് രണ്ട് ആത്മീയതയും കൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഈ രണ്ട് എക്സ്ട്രീമും ഇതിനകത്തുണ്ട്. ആ നിലയിലൊക്കെ നമുക്കതിനെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്ന് ഞാനതങ്ങ് അവസാനിപ്പിക്കാം. 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു ലിറ്ററൽ സംഭവമാണ്, അക്ഷരീയമായി സംഭവിച്ചൊരു കാര്യമാണ്. നമുക്കതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു സത്യമാണ് യേശു ക്രിസ്തു അവൻ തൻ്റെ ശിഷ്യന്മാർ കാണെ അവൻ സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത്. 2, ചരിത്രത്തിൽ അത് നടന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മിറക്കിൾസിനെയെല്ലാം അല്ലെങ്കിൽ അത്ഭുതങ്ങളെയെല്ലാം നിഷേധിക്കുന്നവർക്കത് അവരുടെ പ്രിൻസിപ്പിൾ ഓഫ് അനലോഗി കൊണ്ട് അവരതിനെ നിഷേധിക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം യുണീക്കായിരിക്കാം. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും നമുക്കറിയാം, അത് നിശ്ചയമായിട്ടും അത് യുണീക്കായിട്ട് നടന്നൊരു സംഭവം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തിരുവഴുത്തിൽ നമ്മൾ പിന്നീട് വേദഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ സാധാരണ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മരണസമയത്തൊക്കെ വായിക്കുന്ന ഒരു അധ്യായമാണ് 15-ാം. അവിടെ ഉയർപ്പിനെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ ആ മർത്യതയില്ലാത്ത അനുഭവത്തെക്കുറിച്ചൊക്കെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കവിടെ കാണാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ വായിച്ചു വരുമ്പോൾ പിതാവ് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് അവനെ ഏറ്റവും ഉയർത്തി, ആ വേദഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന എബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായി കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2-3 പോയിന്റൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. 3-ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്. മറ്റൊരു കൂട്ടര് ഈ സംഭവത്തെ നിഷേധിക്കാനുള്ള കാരണം വേദപുസ്തകത്തിൽ ഒത്തിരി ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
അത് എഴുത്ത് ഭാഷയിലുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ എല്ലാവരെയും കാണുക ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറയുന്നതിനൊന്നും അക്ഷരികമായി വ്യാഖ്യാനിക്കേണ്ട. ഒരു ആലങ്കാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് വാദിക്കുന്നവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഇൻസിഡന്റ് വായിച്ചാൽ വളരെ സിമ്പിളായിട്ടാണ് ലൂക്കോസ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അതങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം സുവിശേഷങ്ങൾ തന്നെ പലത് ബൈബിളിൽ നമുക്ക് ലഭിച്ച അംഗീകരിക്കപ്പെട്ട ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്താത്ത പല സുവിശേഷങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ പല ഗോസ്പൽ എന്ന് പറഞ്ഞ് പലത് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് യേശുവിനെ കുറിച്ച് പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇൻസിഡന്റ് ഞാനത് നോട്ട് ചെയ്ത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ, യേശു ക്രിസ്തു ഈ സംഭവം തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ പറയുന്നത് വലിയ ഭൂമി ഉലുക്കമുണ്ടായി, ഇടിമുഴക്കവും ഒക്കെ ഉണ്ടായി, കർത്താവ് ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി. ഇതിനേക്കാളും കൂടുതൽ ഇവർ ഈ ക്രിട്ടിക്സ് പറയുന്ന അതേ രീതിയിൽ തന്നെ ഒത്തിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്താണ് അവർ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ലൂക്കോസ് എഴുതിയേക്ക് നോക്കിയേ, യേശു അവിടോട്ട് ചെന്നു, കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് അവൻ അവർക്ക് മറഞ്ഞു, അവർ കാണുക മറഞ്ഞു. ദാറ്റ് മീൻസ് ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു പോയം എഴുതുന്ന പോലെ കുറച്ച് ആലങ്കാരികമായിട്ട് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ സിമ്പിളായിട്ടാണ്. അതുകൊണ്ട് ഇറ്റ് റീഡ്സ് ലൈക്ക് ഹിസ്റ്ററി എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് വേദമുണ്ട്. അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മറ്റൊന്ന്, 4-ാമത്തെ പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ 3 വാക്യങ്ങളിൽ 5 ഇടത്ത് ഐ വിറ്റ്നസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം ലൂക്കോസ് രേഖപ്പെടുത്തിയതാണ്. ഇത് അക്ഷരികമായി അവർ കണ്ട, ചരിത്രത്തിൽ അവർ കണ്ട ഒരു സംഭവമാണ്. 9, 10 എന്ന വാക്യങ്ങളിൽ 5 ഇടങ്ങളിൽ അവർ കണ്ടു, നോക്കി എന്നുള്ള പദങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊരു ചരിത്ര സംഭവം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ. പത്രോസ് ആ അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-ാം അധ്യായത്തിന്റെ 21, 22 വാക്യം വായിച്ചാട്ടെ. 1-ന്റെ 21, 22 അപ്പോസ്തല പ്രവൃത്തി. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം, കാരണം അവിടെ ഒരു സൂചന, നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാളുവരെ അപ്പൊ നമുക്കറിയാതെ മറ്റൊരാളെ അവർ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് അവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം, അത് സ്വർഗാരോഹണത്തെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം തൊട്ട് ഉയർപ്പ് വരെ മാത്രമല്ല, സ്വർഗാരോഹണം വരെയുമുള്ള കാലയളവിൽ നമ്മോടുകൂടെ നടന്ന് അതിന് സാക്ഷ്യം വഹിച്ച ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. അപ്പോസ്തലന്മാരുടെ യോഗ്യതയിൽ വരുന്നൊരു കാര്യമായിട്ടാണ് പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പത്രോസ് ആ അധ്യായത്തിൽ തന്നെ അവിടെ ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു, ഇല്ലേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായെന്ന് എഴുതിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ കർത്താവ് വന്ന് 40 ദിവസമൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ ഈവൻ്റായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ കർത്താവ് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമില്ലേ? അതിന് ഓൾട്ടർനേറ്റീവായിട്ടൊരു എക്സ്പ്ലനേഷൻ നമ്മൾ വേറെ എങ്ങും കാണുന്നില്ല. അത് ഒരു കാരണമാണ് അത് വിശ്വസിക്കാൻ. ദൈവവചനം വിശ്വസിക്കുന്നവർക്ക് അത് മതി. കർത്താവ് ഇങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ശിഷ്യന്മാർ കാണുക എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വിസിബിളായിട്ട് നമുക്ക് കാണുന്ന നിലയിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉദ്ദേശങ്ങൾ, ചില പർപ്പസ് അതിനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ കർത്താവിന് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ഇവർ കാണാതൊക്കെ എന്ത് ചെയ്യായിരുന്നു, ഇല്ലേ? യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ തന്നെ നമ്മളിത് കാണുന്നുണ്ട്. അവർ കാണാതെ അവർക്ക് മറഞ്ഞു പോയെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ പോകരുതായിരുന്നു, പിതാവിൻ്റെ അടുക്കലോട്ട്. പക്ഷേ എന്തിനാണ് അവർ കാണുക കർത്താവ് സ്വർഗാരോഹണം ചെയ്തു? ഞാനതാ പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഒരു സത്യമാണത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പം കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് അവർ കാണാതൊന്നുമല്ല. അവർ കാണുക പോയതിൻ്റെ ഉദ്ദേശം ഇതാണ്. വ്യക്തമായി കർത്താവരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. അതുകൊണ്ടാണ് അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞു, അവർക്ക് പിന്നീട് കർത്താവിൻ്റെ റിസറക്ഷൻ അപ്പിയറൻസ്, അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പല പ്രാവശ്യം വരും, നാളെയും വരുമെന്ന് നോക്കിയിരിക്കാതെ കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്, ഇനി എന്നെ നിങ്ങൾ നോക്കിയിരിക്കരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ
നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അപ്പോൾ കർത്താവ് കൽപ്പിച്ച ആ കൽപ്പന മനസാലെ ഏറ്റെടുത്ത് അവൻ്റെ സാക്ഷികളായി തീരുവാൻ. സാക്ഷികൾ, വിറ്റ്നസ് എന്നുള്ളതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ച് അനുഭവ പരിചയമുള്ളവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിനാണ് സാക്ഷികളെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അനുഭവ പരിചയമുള്ളവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അത് 13 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ വിറ്റ്നസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അനുഭവ പരിചയത്തോടെ ഈ കർത്താവിനെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അതിനുള്ള ശക്തി ഞാൻ നിങ്ങളുടെ മേൽ പകരും. അത് സ്വമനസാലെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സാക്ഷികളാകുന്ന ചരിത്രമാണ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണും. അപ്പോൾ ശിഷ്യന്മാരുടെ ആ ജീവിതത്തിൽ ഈ സ്വർഗാരോഹണം എന്നുള്ളതിനൊരു വലിയ പങ്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേവലം ഇതിനെ ഒരു തമാശയായി ചിത്രീകരിക്കാനോ നിഷേധിക്കാനോ ഒക്കെ സാധാരണ മനുഷ്യർക്ക് സാധിക്കും. ഞാൻ പറഞ്ഞാൽ അത്ഭുതങ്ങൾ വിശ്വസിക്കാത്തവർക്കും ദൈവവചനത്തെ ദൈവവചനം എന്ന് വിശ്വസിക്കാത്തവർക്കൊക്കെ ഇതിനെ പല നിലയിൽ ഇതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വചനത്തെ ദൈവവചനമായി ഉൾക്കൊള്ളുന്ന നമ്മെ സംബന്ധിച്ച് ചരിത്രത്തിൻ്റെ ഒരു ദിവസം അക്ഷരീകമായി ശിഷ്യന്മാർ കാണുകെ ഐവിന്നസോടുകൂടെ യേശു സ്വർഗാരോഹണം ചെയ്തു. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അനുഭവ പരിചയത്തോടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ എൻ്റെ ശക്തി ഞാൻ നിങ്ങളുടെ മേൽ പകരും. അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ശിഷ്യന്മാർ മടങ്ങി വന്ന് അതിനായി കാത്തിരിക്കുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 2 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ലിറ്ററലായിട്ട് നടന്നൊരു സംഭവം, ചരിത്രത്തിൽ നടന്നൊരു സംഭവം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു. ഇനി മറ്റൊരു വശം കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. കർത്താവിന് വെച്ചാൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അതിൻ്റെ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങളുണ്ട്. അതും നമ്മെ സംബന്ധിച്ചോ ഞാനത് പറഞ്ഞത് പിന്നീട് നമ്മൾ വരുമ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ, എബ്രായ ലേഖനത്തിലൊക്കെ യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് സംക്ഷിപ്തമായൊരു കാര്യം പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞ വാക്ക് തന്നെയാണതിന്, അല്ലെങ്കിൽ ആ 2 പുരുഷന്മാർ പറഞ്ഞ വാക്ക് തന്നെയാണതിൻ്റെ ആധാരം. നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തു എന്തു ചെയ്യും? അവൻ വീണ്ടും മടങ്ങി വരും. ദൈവമക്കളെ, നമ്മുടെ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് എത്ര സുനിശ്ചിതമാണ്. കേവലം ഏതെങ്കിലും കെട്ടുകഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാങ്കല്പിക ലോകത്ത് നടന്ന ഏതെങ്കിലും കാര്യങ്ങളല്ല. മറിച്ച് 5 പ്രാവശ്യം കണ്ടു, നോക്കി എന്ന് അതേ ഐ വിറ്റ്നസ്സോടുകൂടെ നടന്ന ചരിത്രത്തിലൊരു സംഭവമായി യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് തിരുവെഴുത്ത് നമുക്ക് ഇത്ര വ്യക്തമാക്കി തരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട ദൈവം ഇതിൻ്റെ ഒരു കാര്യം ഉറപ്പാക്കാം, അധികം താമസമിന അവൻ നമ്മെ ചേർപ്പാൻ മടങ്ങി വരും. എത്ര ഭാഗ്യകരമായൊരു പ്രത്യാശയാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ ആ വരവുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയും. കേവലം ഒരു സ്തോത്രം, ഒരു ഫാന്റസിയായിട്ടോ ഒരു സ്വപ്നമായിട്ടോ ഒന്നുമല്ല അതിനെ രേഖപ്പെടുത്തിയിരിക്കും. ഒരു ചരിത്ര വസ്തുതയായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക്